എൻ്റെ ഇതുവരെയുള്ള ജീവിതത്തിൽ, അതായത് പ്രവാസ ജീവിതത്തിൽ ഏകദേശം 16 വർഷമായി. പ്രവാസ ജീവിതമല്ല, ടോട്ടൽ എൻ്റെ ഇതുവരെയുള്ള ജീവിതത്തിൽ ഒരു കുത്തുബ കേട്ടിട്ട് ഞാൻ ഇതുവരെ കരഞ്ഞിട്ടില്ല. ആദ്യമായിട്ടാണ് ഒരു കുത്തുബ കേട്ടിട്ട് ഞാൻ കരഞ്ഞു പോയത്. എനിക്ക് അറബി അറിയില്ല, എന്നിട്ട് പോലും ഞാൻ കരയണമെങ്കിൽ ആ കുത്തുബയുടെ വിഷയം എന്തായിരിക്കും? ഉമ്മി, അതായത് ഉമ്മ എന്നൊരു വിഷയമായിരുന്നു. അപ്പോൾ ഒരുപാട് തവണ കുത്തുബയിൽ ഉമ്മ ഉമ്മി ഉമ്മ ഉമ്മി എന്നിങ്ങനെ പറയുമ്പോൾ എനിക്ക് എൻ്റെ ഉമ്മയെ ഓർമ്മ വരും. കാരണം ഉമ്മ ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ ഒരുപാട് ഉമ്മാന്റെ മഹത്വത്തെ കുറിച്ച് കുത്തുബയിൽ അങ്ങനെ കേട്ടു. പക്ഷെ അപ്പോഴൊന്നും ഇല്ലാത്ത ഒരു ഫീലിംഗ് ഉമ്മ ഉമ്മ ഇങ്ങനെ കുത്തുബയിൽ കേൾക്കുമ്പോൾ ആൾക്ക് ഉമ്മാനെ പെട്ടെന്ന് നമ്മള് മറക്കാൻ ശ്രമിക്കുമ്പോൾ ഉമ്മ മനസ്സിൽ കടന്ന് വന്നുപോയി. കാരണം ഞാൻ ഏകദേശം എനിക്ക് ഉമ്മ നഷ്ടപ്പെട്ടിട്ട് 6-7 മാസം തികയാണ്. അപ്പൊ 7 മാസമായി ഉമ്മ എന്ന് ഞാൻ വിളിക്കാതെ, അല്ല ഫോണിലല്ല 2 ദിവസം. ആ ഒരു ഉമ്മ എന്ന വിളി നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നഷ്ടപ്പെടുക എന്നുള്ളതിനേക്കാൾ വലിയൊരു ദുഃഖം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്ത് വേറെ ഒന്നും കിട്ടാനില്ല. ഉമ്മ എന്ന വിളി, അത് മാത്രം ഉപ്പ എനിക്ക് റിയൽ തന്നെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. 7-8 വയസ്സാകുമ്പോൾ തന്നെ എൻ്റെ ഉപ്പാനെ എനിക്ക് നഷ്ടപ്പെട്ടപ്പോൾ ഉമ്മ അങ്ങനെ സന്തോഷം എപ്പോഴും പ്രവാസിയെ സംബന്ധിച്ചു. ഉമ്മക്ക് ഫോൺ വിളിക്കുമ്പോൾ അല്ലെ ഉമ്മ ഉമ്മ എന്ന് പറയുമ്പോൾ നമുക്ക്, പക്ഷെ ആ ഒരു വിളി ഇപ്പം നഷ്ടപ്പെട്ട് 7 മാസം. പിന്നെ ഇങ്ങനെ ഉമ്മി ഉമ്മ ഉമ്മി ഇങ്ങനെ അറബിൽ ഇങ്ങനെ റിപ്പോർട്ട് ആകുമ്പോൾ എൻ്റെ ഉമ്മ ഇങ്ങനെ അറിയാതെ മനസ്സിൽ കയറി ഇങ്ങനെ വന്നു. വല്ലാത്തൊരു ഫീൽ. ഉമ്മാനെ ഇങ്ങനെ മറക്കാൻ ശ്രമിക്കുമ്പോൾ ഇങ്ങനെ ഉമ്മാനെ ഓർത്തു പോയില്ല. എൻ്റെ ഉമ്മ നഷ്ടപ്പെട്ടത് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. എൻ്റെ ഉമ്മ എൻ്റെ കൂടെ ഇല്ല. അത് വല്ലാത്തൊരു വിഷമമായി. എനിക്ക് കൺട്രോൾ ചെയ്യാൻ പോലും പറ്റിയിട്ടില്ല. നിസ്കരിക്കുമ്പോൾ പോലും എൻ്റെ ഉമ്മാനെ ഇങ്ങനെ ഓർത്തു. കാരണം ഈ കുത്തുബയുടെ പരിഭാഷ ഞാൻ ഇവിടെ വാട്സപ്പിൽ ഒരു ദിവസം മുമ്പ് എന്തായിരുന്നു ഉമ്മ, ഞാൻ പരിഭാഷ കേട്ടിരുന്നു. പക്ഷേ ആ കുത്തുബേൻ്റെ ആ സമയത്ത് എനിക്ക് അത് ആ പരിഭാഷയും മറന്നുപോയിരുന്നു. പക്ഷേ പിന്നീട് അത് ആ പരിഭാഷയും ഓർമ്മ വന്ന് ഉമ്മാനെ കുറിച്ചുള്ള മഹത്വം, അത് എത്ര പേന കൊണ്ട് എഴുതിയാലും ഉമ്മ നമ്മൾക്ക് വേണ്ടി സഹിച്ച ത്യാഗം അത് പേന കൊണ്ട് എഴുതി തീർക്കാൻ പറ്റുന്നല്ല. 9 മാസം ഗർഭം ചുമന്ന പിന്നെ പ്രസവിക്കുമ്പോഴുള്ള വേദന ഉമ്മ എത്ര സഹിച്ചു. അത് ഒരു ലോകത്ത് ഒരാൾക്ക്, ഒരു എഞ്ചിനീയർക്കും അത് കണ്ടുപിടിക്കാനോ എഴുതി വെക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നമുക്ക് എത്ര കടമ, നമ്മളെ സമ്പത്ത് മുഴുവനും നമ്മൾ വിറ്റ് ഉമ്മാക്ക് കൊടുത്താലും ഉമ്മയെ നമുക്ക് കടമ അതൊരിക്കലും തീരില്ല. ആ ഉമ്മയോട് നമ്മൾ എന്ന വാക്ക് പോലും പറയാൻ പാടില്ല എന്ന് അള്ളാഹിൻ്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഉമ്മാനെ മനസ്സിനെ വേദനിപ്പിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ജീവിച്ചിരിക്കുന്ന നിങ്ങളുടെ ഉമ്മ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര ഭാഗ്യം ചെയ്ത ആൾക്കാരാണ്. നിങ്ങൾ എത്ര ഭാഗ്യം ചെയ്ത ആൾക്കാർ. അത് നഷ്ടപ്പെടുമ്പോഴാണ് ഉമ്മയുടെ വിഷമം ഞങ്ങൾക്ക് അറിയുന്നത്. അറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഒരു ദിവസം പോലും ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത ഒരു ദിവസവും കടന്നു പോകുന്നില്ല ഞങ്ങളുടെ ജീവിതത്തിൽ. അല്ലെ, കാരണം ഉമ്മ ജീവിച്ചിരിക്കുമ്പോൾ എല്ലാ ദിവസവും ഫോൺ വിളിക്കാം. പക്ഷേ ഉമ്മയുടെ സംബന്ധിച്ചിടത്തോളം അതാണ് ഏറ്റവും വലിയ ഇസ്ലാം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സമാധാനം എന്ന് പറയുന്നത്. ഉമ്മ നഷ്ടപ്പെട്ടാലും മക്കളും ഉമ്മയുമുള്ള കണക്ഷൻ ഡിസ്കണക്ട് ആവുന്നില്ല. മരണശേഷവും മക്കൾ ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അത് അങ്ങനെ തന്നെ അവർക്ക് ലഭിക്കും. അത് ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞ നമുക്ക് ഒരുപാട് ദുഃഖമുണ്ട്. ഉമ്മ ജീവിച്ചിരിക്കുമ്പോൾ പ്രവാസികളായ ഞങ്ങൾക്ക് ഉമ്മാനെ പരിചരിക്കാനോ ഉമ്മാന്റെ കൂടുതൽ സമയം ചെലവഴിക്കാനോ ഉമ്മ ആഗ്രഹിച്ചതുപോലെ സാധിച്ചു കൊടുക്കാനോ നമുക്ക് പറ്റിയിട്ടില്ല എന്നൊരു ദുഃഖം എപ്പോഴും നമ്മളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. കാരണം നമ്മൾ അറിയാതെ പെട്ടെന്നായിരിക്കും നമ്മളെ നഷ്ടമാകുന്നത്. ആ ഒരു ദുഃഖം അത് നിങ്ങൾക്ക് വേണ്ട എന്ന് അള്ളാഹു ഞങ്ങൾക്ക് ഒരു സമാധാനത്തിന് വേണ്ടി മരണശേഷവും നിങ്ങൾക്ക് ജീവിച്ചിരിക്കുമ്പോൾ പരിചരിച്ചതിനേക്കാൾ കൂടുതൽ പ്രതിഫലം മരണശേഷം നിങ്ങൾ ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയൊരു സന്തോഷം, അതിനേക്കാൾ വലിയൊരു സമ്മാനം നമ്മുടെ ഉമ്മക്ക് നമുക്ക് കൊടുക്കാൻ വേറെയില്ല. ആഗ്രഹിക്കുന്നതും അതാണ്. ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും. ഒരാൾ മരണപ്പെട്ടാൽ 3 കാര്യങ്ങൾ നമുക്ക് ലഭിക്കും. അതിൽ ഒന്നാണ് മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. 2 ജാരിയായ സ്വതക്ക. പിന്നെ 3-ാമത്തെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഇൽമ്. അതിൽ ഏറ്റവും പ്രധാനം മക്കളുടെ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് അൽഹംദുലില്ലാ, ഉമ്മ എനിക്ക് നഷ്ടപ്പെട്ടാലും നമ്മൾ ആ ഒരു റൂഹ് കണക്ഷൻ അത് എപ്പോഴും 5 വക്തിലും റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, അള്ളാഹുവെ എൻ്റെ ഉമ്മാക്കും എൻ്റെ ഉപ്പാക്കും നീ റഹ്മത്തും മഗ്ഫിറത്ത് നൽകണേ. സ്വർഗത്തിൽ നല്ല പദവികൾ നീ ഉയർത്തി കൊടുക്കണേ. നല്ല സ്വർഗം ഇവിടെ ദുനിയാവിൽ എനിക്ക് കൊടുക്കാൻ പറ്റാത്തത് അള്ളാഹു നീ സ്വർഗത്തിൽ പദവികൾ ഉയർത്തി കൊടുക്കണം. ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ, മക്കളെ പ്രാർത്ഥിക്കുമ്പോൾ, 5 നേരം പ്രാർത്ഥിക്കുമ്പോൾ, തഹജ്ജുദിന് അല്ലെങ്കിൽ ദുആക്ക് ഏറ്റവും ശ്രേഷ്ഠം ഉള്ള ആ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതവിടെ കിട്ടുന്നുണ്ട് എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. അതേ മാതാപിതാക്കൾ ഉമ്മമാർ ചോദിക്കും, ഞങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടില്ല, ഞങ്ങൾ അതിന് മാത്രം എങ്ങനെയാണ് റബ്ബേ ഇത്രയും നല്ല സ്വർഗത്തിൽ പദവികൾ ഞങ്ങൾക്ക് ലഭിക്കുന്നത് എന്ന് അള്ളാഹുവിനോട് മാതാപിതാക്കൾ ചോദിക്കുമ്പോൾ അള്ളാഹു പറയുമത്രേ, നിങ്ങളുടെ സ്വാലിഹായ മക്കൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു,
ദറജ ഉയർത്താൻ വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായി നിങ്ങൾ കിട്ടുന്നതെന്ന് അറിയുമ്പോൾ ഉമ്മ നഷ്ടപ്പെട്ടു എന്ന് നമ്മുടെ മനസ്സിൽ ദുഃഖം താങ്ങാനാകാതാകുമ്പോൾ പോലും ഇതുപോലുള്ള ഹദീസുകൾ, ഇതുപോലുള്ള ആശ്വാസമായ റസൂലുള്ളാഹിൻ്റെ ആ ഒരു ഹദീസുകളൊക്കെ കേൾക്കുമ്പോൾ അൽഹംദുലില്ലാ, ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഉമ്മ നഷ്ടപ്പെട്ടാലും നമ്മുടെ പ്രാർത്ഥന കിട്ടുന്നുണ്ടല്ലോ, നമ്മൾ ദുആ കൊണ്ട് ഉമ്മ സന്തോഷിക്കുന്നല്ലോ എന്നത് മാത്രമാണ് ആ ഒരു ദുഃഖത്തെ പിടിച്ചു നിർത്താൻ മക്കളായ ഞങ്ങൾക്ക് സാധിക്കുന്നത്. അതേ, ഉമ്മ നഷ്ടപ്പെട്ടവരൊക്കെ ഉമ്മാനോട് സ്നേഹമുണ്ടെങ്കിൽ പ്രാർത്ഥിക്കണമെങ്കിൽ നിങ്ങൾ സ്വാലിഹാകണം. 5 വക്ത് നിസ്കാരം, നിങ്ങൾ ഉപ്പയോട് സ്നേഹമുണ്ടെങ്കിൽ, നിങ്ങളിവിടെ പഠിപ്പിച്ച് വലുതാക്കി വലിയ ഡോക്ടറായി എഞ്ചിനീയറായി എന്ന് പറഞ്ഞിട്ട് അവർക്കൊന്നും കിട്ടാനില്ല. ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവും, പക്ഷേ മരണശേഷം അവർക്ക് നിങ്ങൾക്ക് ഡിസ്കണക്ഷൻ വരാൻ പാടില്ല. അത് ഡോക്ടറോ എഞ്ചിനീയറോ അല്ല, നമ്മളുടെ സൽക്കർമ്മങ്ങൾ ഉമ്മാക്ക് വേണ്ടി, ഉമ്മാൻ്റെ പേരിൽ ഉപ്പാൻ്റെ പേരിൽ നമ്മൾ കൊടുക്കുന്ന സ്വതക്ക, പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന സ്വതക്ക, അവരുടെ പേരിൽ നിർമ്മിച്ചു കൊടുക്കുന്ന, അവരുടെ പേരിൽ ഉംറ ചെയ്യുന്നത്, എന്തും സ്വാലിഹ ജാരിയായ സ്വതക്ക അവരുടെ പേരിൽ അത് ലഭിക്കും, പ്രാർത്ഥന ലഭിക്കും. അതൊക്കെ മക്കളായ നമ്മൾ ചെയ്യുക. ഞാൻ പറയാൻ കാരണം എൻ്റെ ആ ഒരു ദുഃഖം, ആ സഹിക്കാൻ പറ്റാത്ത ആ ഒരു വിഷമം, അൽഹംദുലില്ലാ ഇതുപോലുള്ള ഉമ്മാക്കുള്ള പ്രാർത്ഥന ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു, കൂടുതൽ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചു, ഉമ്മാക്ക് വേണ്ടി ഒരുപാട് ദുആ ചെയ്തു. അൽഹംദുലില്ലാ. അപ്പോൾ ഉമ്മ ഇസ്ലാമിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹുവിന് ഈ ദുനിയാവിൽ ഉമ്മാക്കും ഉപ്പാക്കും സേവനം ചെയ്യുന്നതിനേക്കാൾ വലിയൊരു നന്മ ഈ ലോകത്ത് വേറെ ഇല്ല. ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയേക്കാൾ വലിയൊരു ശക്തി അവർക്ക് വേറെ ഒന്നും കിട്ടാനുമില്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മളെ മരണപ്പെട്ടു പോയ ഉമ്മ ഉപ്പാക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. എല്ലാ ഉമ്മ ഉപ്പമാർക്കും അള്ളാഹു ആഫിയത്തുള്ള ആരോഗ്യം ദീർഘായുസ്സ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.